لعلكم تذكرون. الزانية والزاني فاجلدوا كل واحد منهما 100 جلدة ولا تأخذكم بهما رأفة في دين الله إن كنتم تؤمنون بالله واليوم الآخر وليشهد عذابهما طائفة من المؤمنين. الزاني لا ينكح إلا زانية أو مشركة والزانية لا ينكحها إلا زان أو مشرك وحرم ذلك على المؤمنين. والذين يرمون المحصنات ثم لم يأتوا ب4 شهداء فاجلدوهم 80 جلدة ولا تقبلوا لهم شهادة أبدا وأولئك هم الفاسقون. إلا الذين تابوا من بعد ذلك وأصلحوا فإن الله غفور رحيم. والذين يرمون أزواجهم ولم يكن لهم شهداء إلا أنفسهم فشهادة أحدهم 4 شهادات بالله إنه لمن الصادقين. والخامسة أن لعنة الله عليه إن كان من الكاذبين. ويدرأ عنها العذاب أن تشهد 4 شهادات بالله إنه لمن الكاذبين. والخامسة أن غضب الله عليها إن كان من الصادقين. ولولا فضل الله عليكم ورحمته وأن الله تواب حكيم. إن الذين جاءوا بالإفك عصبة منكم لا تحسبوه شرا لكم بل هو خير لكم لكل امرئ منهم ما اكتسب من الإثم والذي تولى كبره منهم له عذاب عظيم. لولا إذ سمعتموه ظن المؤمنون والمؤمنات بأنفسهم خيرا وقالوا هذا إفك مبين. لولا جاءوا عليه ب4 شهداء فإذ لم يأتوا بالشهداء فأولئك عند الله هم الكاذبون. ولولا فضل الله عليكم ورحمته في الدنيا والآخرة لمسكم فيما أفضتم فيه عذاب عظيم. إذ تلقونه بألسنتكم وتقولون بأفواهكم ما ليس لكم به علم وتقولون بأفواهكم
بأفواهكم ما ليس لكم به علم وتحسبونه هينا وهو عند الله عظيم ولولا إذ سمعتموه قلتم ما يكون لنا أن نتكلم بهذا سبحانك هذا بهتان عظيم يعظكم الله أن تعودوا لمثله أبدا إن كنتم مؤمنين بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين أما بعد يعظكم الله أن تعودوا لمثله أبدا إن كنتم مؤمنين. ഈ ആയത്തിൻ്റെ വിശദീകരണമാണ് പറഞ്ഞു വരുന്നത്. ഇതിൽ വളരെ വലിയ ഒരു ഉപാധി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്ന ഒരായത്താണ്. ഇൻ കുന്തും മുഅ്മിനീൻ എന്നാണ്. നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ എന്ന് പറഞ്ഞിട്ടാണ് ഈ ആയത്ത് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ മുഅ്മിനീങ്ങളാകണം എന്ന് അതിയായി ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. ഇപ്പൊ മുഅ്മിനീങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യം നിങ്ങൾ ഉൾക്കൊള്ളണമെന്നാണ്. അതായത് ജീവിതത്തിൽ ഒരു തെറ്റ് പറ്റിയാൽ ആ തെറ്റ് വീണ്ടും വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ ഒരു തെറ്റ് സംഭവിക്കാതിരിക്കാൻ നിങ്ങൾക്ക് ലഭിക്കേണ്ട ഉപദേശങ്ങളാണ് ഈ ആയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലാഹ് നിങ്ങളെ ഉപദേശിക്കണം. അപ്പൊ ഈ ഉപദേശം ഏതൊക്കെ രൂപത്തിൽ, എങ്ങനെയൊക്കെ ഉപദേശിക്കണം, ആരൊക്കെ ഉപദേശിക്കണം, ഉപദേശത്തിന്റെ രീതിശാസ്ത്രം എന്താണ്, അതും ഈമാനും തമ്മിലുള്ള ബന്ധം എന്താണ്, ഇതൊക്കെയാണ് ഇപ്പം നമ്മൾ ഏതാനും ക്ലാസ്സുകളിലായി പഠിച്ചു വരുന്ന വിഷയം. അപ്പൊ ഇവിടെ ഈ ഒരു ഉപാധി പറഞ്ഞത് കൊണ്ട് തന്നെ, കുന്തും മുഅ്മിനീൻ എന്ന ഉപാധി പറഞ്ഞത് കൊണ്ട് തന്നെ വ്യക്തമായി നമ്മൾ ഈ വിഷയം പഠിക്കേണ്ടതുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയ ആയത്തുകൾ, പരിശോധിച്ച ആയത്തുകളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് സൂറത്ത് ശുഅറയിലെ 136 ജനങ്ങളുടെ ഒരു പ്രതികരണമാണ്. നീ ഉപദേശിച്ചാലും ഉപദേശിച്ചിട്ടില്ലെങ്കിലും ഞങ്ങൾക്ക് ഒക്കെ കണക്കാണ് എന്ന ഉപദേശത്തോടുള്ള ഒരു സമീപനം. 2, ഉപദേശമില്ല എങ്കിൽ പലപ്പോഴും നമ്മൾ അറിവില്ലാത്തവരായി, ജാഹിലുകളായി ജീവിക്കും. അതുകൊണ്ട് ജാഹിലാകാതിരിക്കാൻ നമുക്ക് ഉപദേശം വേണം. അതാണ് നൂഹ് നബിയോട് അല്ലാഹു പറഞ്ഞത്. 3-മതായി, ഒരു ഉപദേശം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ആ ഉപദേശത്തെ നമ്മൾ ഒറ്റയ്ക്കിരുന്ന് നമ്മളത് ആലോചിക്കണം. അല്ലെങ്കിൽ നമുക്ക് തെറ്റാത്ത ഉപദേശം തരാൻ കഴിയുന്ന മറ്റൊരു സുഹൃത്തുമായി കൂടിയിരുന്ന്, ഒരാളോ അല്ലെങ്കിൽ 2 ആളോ, ആ ഉപദേശത്തിന്റെ കാര്യങ്ങൾ അവർ തമ്മിൽ ഇരുന്ന്, ഒറ്റയ്ക്കിരുന്ന് അല്ലെങ്കിൽ ആ 2 പേര് ഇരുന്നിട്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ആ ഉപദേശത്തെക്കുറിച്ചുള്ള ആലോചനകൾ നടത്തേണ്ടത്. 3, ഒരു തിന്മയെ ഉപദേശിക്കുന്ന, തിന്മക്കെതിരെ ഉപദേശം കൊടുക്കുന്നവരും തിന്മ ചെയ്യുന്നവരും, എന്നാൽ തിന്മ ചെയ്യാതെ ഉപദേശിക്കണ്ട എന്ന് പറയുന്നവരും, 3 വിഭാഗം.
ആ 3 വിഭാഗത്തിൽ തിന്മക്കെതിരെ ഉപദേശിച്ചവരെ ഒഴികെ ബാക്കിയുള്ളവരെയൊക്കെ അള്ളാഹു നശിപ്പിച്ച് കളഞ്ഞ ചരിത്രം ഖുർആൻ പറഞ്ഞു. എന്തിനാണ് ഓരോ ഉപദേശിക്കാൻ പോണത്? ഒരു നന്നാവൂല, നമ്മളത് ചെയ്യാതിരുന്നാൽ മതിയല്ലോ എന്ന് പറഞ്ഞവരെ അടക്കം അള്ളാഹു എന്താക്കി? തിന്മയെ തടഞ്ഞ, തിന്മക്കെതിരിൽ ഉപദേശം കൊടുത്ത ആളുകളെ ഒഴികെ ബാക്കിയുള്ളവർ അള്ളാഹു നശിപ്പിച്ച് കളഞ്ഞ കഥ നമ്മൾ കാണുന്നു. പിന്നീട് നമ്മൾ അൽ-ബഖറയിലെ 231 അള്ളാഹു പറഞ്ഞത്, നിങ്ങൾക്ക് ഈ ഖുർആൻ ഇറക്കി തന്നിട്ടുള്ളത്, ഈ കിതാബും ഹിക്മത്തും യഅ്ലുക്കും ബിഹി, അത് മുഖേന നിങ്ങൾക്ക് ഉപദേശമാണ് നൽകുന്നത്. ഖുർആൻ ഉപദേശമാണ്. ആ ഖുർആനിന്റെ വിശദീകരണമായി വന്നിട്ടുള്ള ഹിക്മത്തും ഉപദേശമാണ് എന്നതാണ്. ആ ഉപദേശം ജീവിതത്തിൽ കിട്ടിക്കൊണ്ടേയിരിക്കണം. എങ്ങനെ? ഖുർആൻ വദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും വമാ അൻസല അലൈക്കും മിനൽ കിതാബി വൽ ഹിക്മ യഅ്ലുക്കും ബിഹി. നിങ്ങൾക്ക് അള്ളാഹു കിതാബും ഹിക്മത്തും ഇറക്കി തന്നിട്ടുണ്ട്, അത് മുഖേന അവൻ നിങ്ങളെ ഉപദേശിക്കുകയാണ്. ആ ഉപദേശം എന്ത് ചെയ്യണം? നമുക്ക് കിട്ടണം, നമ്മളെ ഭാര്യയ്ക്ക് കിട്ടണം, നമ്മളെ മക്കൾക്ക് കിട്ടണം, നമ്മളെ കുടുംബത്തിന് കിട്ടണം. ഖുർആനാകുന്ന ഉപദേശം നമുക്ക് മാത്രം കിട്ടിയാൽ പോരാ, നമ്മളെ കുടുംബത്തിന് കിട്ടണം, മക്കൾക്ക് കിട്ടണം, എല്ലാവർക്കും കിട്ടണം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് പറഞ്ഞു. അവസാനം പറഞ്ഞ ആയത്ത് ഏതായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ? 58. അല്ലാഹു ഇന്നല്ലാഹ നിഅമ്മ യഅ്ലുക്കും ബിഹി. അല്ലാഹു നൽകുന്ന ഏറ്റവും നല്ല വഅദ്, ഏറ്റവും നല്ല ഉപദേശം, ആ ഉപദേശത്തെ കുറിച്ചാണ് ആ ആയത്തിൽ പറഞ്ഞത്. ഇനി സൂറത്ത് നഹലിലെ 90-ാമത്തെ ആയത്ത്, 16-ൽ 90. 16-ൽ 90. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുത്ബകളിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശങ്ങളിൽ ഒക്കെ ആവർത്തിച്ച് നബി ഓർമ്മപ്പെടുത്തിയിരുന്നൊരായത്താണ്. എന്താണ് ആ ആയത്ത് അങ്ങനെ ഓർമ്മപ്പെടുത്താൻ, ആവർത്തിച്ച് ഓർമ്മപ്പെടുത്താനുള്ള കാരണം എന്താണ്? അത് ഈ ആയത്തിന് അർത്ഥം മനസ്സിലാക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. എന്താണ്? ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു യഅ്മുറു, അവൻ കൽപ്പിക്കുന്നു, ബിൽ അദിൽ, നീതി ചെയ്യാൻ, വൽ ഇഹ്സാൻ, നന്മ ചെയ്യാനും, വ ഈതാഇ ദിൽ ഖുർബ, ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് നൽകാനും, വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, നീചകൃത്യങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും തടയാനും, വൽ ബഗി, അതിക്രമങ്ങളിൽ നിന്നും അവരെ തടയാനും. എന്താണ് യഅ്ലുക്കും? നിങ്ങൾക്ക് അവൻ ഉപദേശം നൽകുകയാണ്. ലഅല്ലക്കും തദക്കറൂൻ, നിങ്ങൾ ഉറ്റാലോചിക്കുന്നവരാകാൻ വേണ്ടി നിങ്ങൾക്കവൻ ഉപദേശം നൽകുകയാണ്. അപ്പൊ അള്ളാഹു നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശമാണ് എന്ത്? അതിൽ നീതി കൽപ്പിക്കണം, ഇഹ്സാൻ ചെയ്യണം, അടുത്ത ബന്ധുക്കൾക്ക് നൽകണം, ഫഹ്ശാഉം മുൻകറും, നീചകൃത്യങ്ങളും തിന്മകളെയും തടയണം, അതിക്രമങ്ങളെ തടയണം. ഇത് ശക്തമായ അള്ളാഹുവിൻ്റെ ഉപദേശമാണ്. ഈ ആയത്താണ്. നമുക്ക് ഒരുപാട് വിശദീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേ പറയാനുള്ളതാണ്, ഞാനതിലേക്ക് കടക്കണില്ല. എന്താണ് ഇഹ്സാൻ, എന്താണ് ഇതിൽ ഖുർബ, അടുത്ത ബന്ധുക്കൾക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അടുത്ത ബന്ധുക്കൾക്ക് ഏതായാലും നമ്മളെ സക്കാത്ത് കൊടുക്കാൻ പറ്റൂല. പിന്നെ എന്താണ് ഇതിൽ ഖുർബ എന്ന് പറഞ്ഞാൽ? ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് കൊടുക്കേണ്ടത് എന്താണ്? പൈസയാണോ, ഡോളറും ദീനാറും നൽകണമെന്നാണോ പറഞ്ഞത്? അത് മാത്രമാണോ? അല്ല, മറിച്ച് നമ്മളിൽ നിന്ന് അവർക്ക് എന്തൊക്കെ കിട്ടണം അതൊക്കെ നമ്മൾ കൊടുക്കണം. നമ്മളെ പരിചരണം ആവശ്യമാണ്, നമ്മളെ സാന്നിധ്യം ആവശ്യമാണ്, നമ്മുടെ സ്നേഹം ആവശ്യമാണ്, തലോടലുകൾ ആവശ്യമാണ്, നമ്മുടെ നല്ല വാക്കുകൾ ആവശ്യമാണ്. ഇതൊക്കെ അവർക്ക് കിട്ടേണ്ടതാണ്.
അപ്പം നമ്മളിൽ നിന്ന് എന്തൊക്കെ കിട്ടണമോ അതിൽ കുറുബക്ക് അതൊക്കെ നമ്മൾ കൊടുക്കണം. അതല്ലാതെ എന്തെങ്കിലും ഇടയ്ക്കിടെ കുറച്ച് പൈസ കൊടുക്കുക എന്നുള്ള അർത്ഥത്തിലല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ വലിയ വലിയ ഉപദേശങ്ങളാണ് അള്ളാഹു നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഉപദേശങ്ങളാണ്. ഈ ഉപദേശങ്ങൾ സ്വീകരിക്കാനുള്ള ഒരു മനസ്സാണ് നമുക്ക് വേണ്ടത്. ഇനി അടുത്തത് സൂറത്ത് നൂറിലെ സൂറത്ത് ലുഖ്മാനിലെ 31:13 31:13 ആരാണ് ലുഖ്മാൻ അലൈഹിസ്സലാം? ഒരു പ്രവാചകനാണോ? ആണോ? അല്ല. എന്നിട്ടും അല്ലാഹു തആല പ്രവാചകനല്ലാത്ത ഒരു വ്യക്തിയെക്കുറിച്ച് ഖുർആനിൽ പറഞ്ഞു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ പേരിൽ ഒരു സൂറത്ത് വരെ, ഒരു അധ്യായം വരെ ഖുർആനിൽ വന്നു. എന്തുകൊണ്ട്? അദ്ദേഹത്തിന്റെ ഉപദേശം. നമ്മൾ പഠിക്കണ വിഷയം എന്താണ്? അള്ളുക്കുമുള്ള ഉപദേശമാണ്. ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം, ശ്രദ്ധിക്കണം, ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ലുഖ്മാൻ അലൈഹിസ്സലാം ഒരു നബിയല്ല, ഒരു പ്രവാചകനല്ല, ഒരു റസൂലല്ല, ഒന്നുമല്ല. എന്നിട്ടും ഖുർആനിൽ അദ്ദേഹത്തെ കുറിച്ച് അള്ളാഹു പരാമർശിക്കുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ പേരിൽ ഒരു അധ്യായം തന്നെ അള്ളാഹു തആല ഖുർആനിൽ കൊണ്ടുവന്നു. പ്രവാചകന്മാരുടെ പേരിൽ ഒരുപാട് അധ്യായങ്ങളുണ്ട്. സൂറത്ത് മുഹമ്മദ്, സൂറത്ത് ഇബ്രാഹിം, സൂറത്ത് ഹൂദ്, സൂറത്ത് യൂസുഫ്, സൂറത്ത് യൂനുസ്, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് പ്രവാചകന്മാരുടെ പേരിൽ ഖുർആൻ എന്തുണ്ട്? അധ്യായങ്ങളുണ്ട്. അപ്പൊ ലുഖ്മാൻ ഒരു പ്രവാചകനല്ലാതിരുന്നിട്ട് കൂടി അദ്ദേഹത്തിന്റെ പേരിൽ ഖുർആനിൽ സൂറത്ത് വന്നതിന്റെ പ്രത്യേകത അദ്ദേഹത്തിന്റെ ഉപദേശമാണ്. അതാണ് അതിന്റെ പ്രത്യേകത. അപ്പം ഉപദേശങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ ഉള്ള സ്വാധീനം, ഉപദേശങ്ങൾക്കുള്ള പ്രത്യേകത, പ്രാധാന്യം എത്രമാത്രമാണ് എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ സൂറത്ത് തുടങ്ങുന്നത് തന്നെ യുക്തിമത്തായ ഗ്രന്ഥത്തിലെ വചനങ്ങളാണ് ഇത് എന്ന് പറഞ്ഞിട്ടാണ് ഈ സൂറത്ത് തുടങ്ങണ തന്നെ. തിൽക ആയാത്തുൽ കിതാബിൽ ഹക്കീം. ഹക്കീം, കിതാബുൽ ഹക്കീം എന്ന് പറയാം. കിതാബിന് ഒരുപാട് വിശദീകരണങ്ങളുണ്ട്. അവിടെ കിതാബ് ഹക്കീം എന്ന് പറയാൻ കാരണം എന്താണ്? ഖുർആനാണ് ഇവിടെ കിതാബ്. ആ ഖുർആനിലെ യുക്തികളാണ്, ആ ഖുർആനിലെ തത്വങ്ങളാണ്, ആ ഖുർആനത്തിലെ വിജ്ഞാനങ്ങളാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ആ ഗ്രന്ഥത്തിലെ വചനങ്ങളാണ് എന്ന് പറഞ്ഞ് മുസ്ലിങ്ങൾക്ക് ഹുദയാണ്, റഹ്മത്താണ് എന്ന് പറഞ്ഞ് ഈ സൂറത്ത് ഇങ്ങനെ തുടങ്ങി വന്നിട്ട് ഇതിലെ 12ാമത്തെ ആയത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് പറയുന്നത്. വലഖദ് ആതൈനാ ലുഖ്മാനൽ ഹിക്മ അനിഷ്കുർ ലില്ലാഹ് വമൻ യഷ്കുർ ഫഇന്നമാ യഷ്കുറു ലിനഫ്സി വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ ഹമീദ്. അപ്പം ഒന്നാമത്തെ ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു ഹിക്മത്ത് കൊടുത്തു. ആ ഹിക്മത്തിൽ ഒന്നാമതായി കൊടുത്ത ഹിക്മത്ത് അനിഷ്കുർ ലില്ലാഹ്. എന്താണ്? അനിഷ്കുർ ലില്ലാഹ്. അതാണ് അതിന്റെ ബേസിക്. നമുക്ക് ഏതൊരു കാര്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്ന ഏതൊരു കാര്യത്തിന്റെയും മഹത്വം ഉൾക്കൊള്ളണമെങ്കിൽ അള്ളാഹു തന്നതാണ് എനിക്കുള്ളതെല്ലാം, എല്ലാ നിഅമത്തും എന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഇനി നന്ദി കാണിച്ചാൽ ഗുണം അവന് തന്നെയാണ്, വേറെ ആർക്കുമില്ല എന്ന തത്വമാണ് കൊടുത്തിട്ടുള്ളത്. ഇനി അതിന് ശേഷം ഇങ്ങോട്ട് അത് ഉൾക്കൊണ്ട ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു ഉപദേശിയായിട്ട് മാറുകയാണ്. എന്താണ്? വൈദ് ഖാല ലുഖ്മാനു ലിഇബ്നിഹി വഹുവ യഇദുഹു. കണ്ട, വഹുവ യഇദുഹു വഅല യഇദു. ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മകനോട് പറഞ്ഞ സന്ദർഭം നിങ്ങൾ ഓർക്കണം, മറക്കരുത്.
എപ്പോഴും ജീവിതത്തിൽ അത് വേണം. എന്താണ്, എങ്ങനെയാ പറഞ്ഞത്? ഉപദേശിച്ചുകൊണ്ട്, അദ്ദേഹം അവനെ ഉപദേശിച്ചു കൊണ്ടിരിക്കെ പറഞ്ഞ കാര്യം. ഇതില് ഒന്നാമതായി നമ്മൾ പഠിക്കേണ്ട കാര്യം, മക്കളോട് കൽപ്പിക്കാൻ ശ്രദ്ധിക്കണേ. മക്കളോട് കൽപ്പിക്കാൻ മാതാപിതാക്കൾക്ക് അധികാരമുണ്ട്. പക്ഷെ കൽപ്പിക്കുകയല്ല വേണ്ടത്, മറിച്ച് ഉപദേശിക്കുകയാണ് വേണ്ടത്. പലപ്പോഴും നമുക്ക് പറ്റുന്ന തെറ്റെന്താ അറിയോ? ഉപദേശിക്കേണ്ട കാര്യം നമ്മൾ കൽപ്പിക്കും, കൽപ്പിക്കേണ്ട കാര്യം നമ്മൾ ഉപദേശിക്കും. രണ്ടും രണ്ടാ. മനസ്സിലാണ്ട? നമ്മൾ കൽപ്പിക്കുന്ന കാര്യവും ഉപദേശിക്കുന്ന കാര്യവും ഏതൊക്കെ കാര്യങ്ങളായിരിക്കണം എന്നത് വളരെ പ്രധാനമാണ്. ലുക്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം മകന് കൊടുത്ത ഉപദേശം നമ്മുടെ ജീവിതത്തിൽ ആ വിഷയങ്ങൾ നമ്മളെ മക്കളോട് ഉപദേശമായിട്ട് തന്നെയാണ് കൊടുക്കേണ്ടത്. ഉപദേശമായിട്ട് തന്നെ കൊടുക്കേണ്ടത്. അതൊരിക്കലും എന്താക്കരുത്, ഒരു കൽപ്പനാ സ്വഭാവത്തിൽ വന്നു പോകരുത്. കൽപ്പിക്കേണ്ട വിഷയങ്ങൾ വേറെ ഉണ്ട്. ചില വിഷയങ്ങളൊന്നും എന്താക്കിയാൽ പോരാ, ഉപദേശിച്ചാൽ മതിയാവൂല. ചില കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ കൽപ്പിക്കേണ്ടി വരും. അത് കൽപ്പിക്കേണ്ട വേണം. എന്നാൽ ഉപദേശിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ കൽപ്പിക്കാൻ നിന്നാൽ നേരെ എതിർ ഫലം ഉണ്ടാകുക, വിപരീത ഫലം ഉണ്ടാവുക. ശ്രദ്ധിക്കണം. അപ്പൊ ഒന്നാമത്തെ കാര്യം എന്താണ് ഉപദേശത്തിൽ? യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്. ഇത് ഭയങ്കരമായിട്ട് നമ്മൾ തദബ്ബൂർ ചെയ്ത് പഠിക്കേണ്ട ഒരു വിഷയമായിട്ടാണ്. ഈ ലാ തുശ്രിക് ബില്ലാഹ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ എന്താ ചെയ്യല് അറിയോ? നമ്മളെ മെയിൻ്റൊക്കെ അവിടെ നിൽക്കും. ഇവിടെ ഷിർക്കിൽ ലാ തുശ്രിക് ബില്ലാഹ്, ഷിർക്ക് ചെയ്യരുത് എന്ന് പറഞ്ഞ് അവിടെ അത് പറഞ്ഞാൽ പിന്നെ നമുക്ക് ഉപദേശം മക്കൾക്ക് കൊടുത്തു എന്നാണ് വിചാരിക്കണത്. പക്ഷെ അതല്ല, മറിച്ച് എന്താണെന്നറിയോ? ഈ ഒരൊറ്റ ലാ തുശ്രിക് ബില്ലാഹ് എന്ന് പറഞ്ഞൊരൊറ്റ വാക്ക് ഇന്നത്തെ കാലത്ത് നമ്മളെ മക്കൾ നേരിടുന്ന മുഴുവൻ പ്രതിസന്ധികൾക്കുള്ള പരിഹാരമാണ്. മനസ്സിലായിണ്ട പറഞ്ഞ? ലാ തുശ്രിക് ബില്ലാഹ്, ഷിർക്ക് ചെയ്യരുത് എന്ന് പറഞ്ഞ് അങ്ങോട്ട് അവസാനിപ്പിച്ചാൽ ആ ഷിർക്ക് എന്താന്ന് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അത് ഉണ്ടാകരുത് എന്ന് പറഞ്ഞാൽ തീർന്നൂടാ. അല്ല, പിന്നെന്താണ്? ഷിർക്കിലേക്ക് എത്തിപ്പെടുന്ന കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെ കുറിച്ചുള്ള ബോധം ചെറിയ പ്രായത്തിലെ നമ്മളെ മക്കൾക്ക് കൊടുത്തിട്ടില്ല എങ്കിൽ അതില്ലാത്തതിന്റെ ഫലമായിട്ടാണ് ഇന്ന് നമ്മളെ മക്കൾ അനുഭവിക്കുന്ന പല പ്രതിസന്ധികളും. ഒരു ഉദാഹരണം പറയാം. നമ്മളെ കുട്ടികൾക്ക് ഭയങ്കര ഡിപ്രഷൻ, പരീക്ഷാ സമയത്ത് വല്ലാത്ത പേടി, ആദി, എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോഴേക്ക് അവർ തളർന്നു പോകുന്നു. പല കൗമാരക്കാരായ കുട്ടികളും ആത്മഹത്യ വരെ ചെയ്യുന്നു. പലരും വിഷാദ രോഗത്തിന് അടിമകളാകുന്നു. പലരും ഒറ്റപ്പെട്ടിരിക്കുന്നു. സംസാരം കുറഞ്ഞു വരുന്നു. ബന്ധങ്ങൾ കുറഞ്ഞു വരുന്നു. എൻ്റെ കുട്ടിക്ക് എന്ത് പറ്റിയെന്ന് വാപ്പാക്കും മനസ്സിലാകണില്ല, ഉമ്മാക്കും മനസ്സിലാകണില്ല. അവസാനം കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് പുറപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. ഇത് പല കുടുംബങ്ങളിലും ഒന്നല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ ആൺകുട്ടികളാകട്ടെ പെൺകുട്ടികളാകട്ടെ ഉണ്ട്. ഈ ലാ തുശ്രിക് ബില്ലാഹ് ശരിക്കും പഠിച്ചു വെക്കണം. ഒന്നാമത്തെ വാപ്പാന്റെ ഉപദേശം. അപ്പം ഷിർക്കിലേക്ക് നമ്മൾ എത്തിപ്പെടുന്ന ചില കാര്യങ്ങൾ, ചില വാതിലുകൾ അടയുമ്പോഴാണ്. എന്താണ്? പ്രതീക്ഷയുടെ ചില വാതിലുകൾ അടയുമ്പോഴാണ് നമ്മൾ ഷിർക്കിലേക്ക് എത്തിപ്പെടുക. അപ്പം ലാ തുശ്രിക് ബില്ലാഹ് എന്ന് പറയുമ്പം അതിന്റെ അപ്പുറത്തുള്ളൊരു കാര്യം എന്താ അറിയോ? ഒരു കാര്യം എന്താ അറിയോ? മക്കളെ തവക്കുൽ ശരിക്കുണ്ടാകണം എന്നുള്ളൊരു കാര്യം. എന്താണ്? തവക്കുൽ ഉണ്ടാകണം, അല്ലാഹുവിൽ ഭരമേൽപ്പിക്കണം. എന്താണ് ഈ ഷിർക്കിന്റെ ഓപ്പോസിറ്റ്? എന്താ ഷിർക്കിന്റെ ഓപ്പോസിറ്റ്, വിപരീതം എന്താ?
അല്ല, അതിന്റെ വിപരീതം ഷിർക്കിന്റെ വിപരീതം തൗഹീദാണ് അല്ലെ. ഈ തൗഹീദ് എന്താണ് എന്ന് പഠിക്കലാണ് ലാ തുശ്രിക് ബില്ലാഹ് എന്ന് പറഞ്ഞാൽ. ശരിക്കും മനസ്സിലാക്കി വെക്കണം. ലാ തുശ്രിക് ബില്ലാഹ് എന്ന് പറഞ്ഞാൽ തൗഹീദ് എന്താന്ന് പഠിക്കലാണ്. മനസ്സിലായണ്ട? ഇപ്പൊ ഈ പരീക്ഷാ പേടിയും ബേജാറും ഈ ടെൻഷനും അനാവശ്യമായ ചിന്തകളും ഇതൊക്കെ കടന്നു വരുന്ന കുറെ വാതിലുകളുണ്ട്. അത് ഒന്നാമതായി അള്ളാഹുവിനെ പറ്റിയുള്ള പ്രതീക്ഷ, അള്ളാഹുവിനെ പറ്റിയുള്ള ശരിയായ അറിവ് നഷ്ടപ്പെടുന്നിടത്താണ് ഈ ശിർക്ക് കടന്നു വരേണ്ടത്. അപ്പൊ അള്ളാഹിനെ പറ്റി ശരിക്കും മനസ്സിലാക്കി. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ റാദ ലിമാ ഖളൈത. അല്ലാഹുമ്മ ലാ യഅതി ബിൽ ഹസനാതി ഇല്ലാ അൻത വലാ യദ്ഫഉ സയ്യിആതി ഇല്ലാ അൻത വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബിക. അല്ലാഹുമ്മ ലാ ത്വയ്റ ഇല്ലാ ത്വയ്റുക വലാ ഖൈറ ഇല്ലാ ഖൈറുക വലാ ഇലാഹ ഗൈറുക. സുബ്ഹാനല്ലാഹ്. എന്റെ അർത്ഥം ഒന്ന് പഠിച്ചു നോക്കി നിങ്ങൾ. ഇതാണ് ഈ ലാ തുശ്രിക് ബില്ലാഹ് എന്ന് പറഞ്ഞാൽ. അല്ലാതെ ലാ തുശ്രിക് ബില്ലാഹ് എന്ന് മോനോടൊന്ന് പറഞ്ഞാൽ തീർന്നു എന്നല്ല പറഞ്ഞ ഉത്തരവാദിത്തം. വാപ്പ മക്കൾക്ക് കൊടുക്കേണ്ട ആദ്യത്തെ ഉപദേശം അതാണ്. ശരിക്ക് അള്ളാഹിനെ പറ്റി മനസ്സിലാക്കിയാൽ ശിർക്കണ്ട് പോകും. അപ്പൊ അള്ളാഹിനെ പറ്റി എന്ത് ചെയ്യണം? ആദ്യമേ നമ്മുടെ മക്കളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കണം അള്ളാഹു ആരാണ് എന്നുള്ളത്. നമുക്ക് വേറെ ഒരു കാരണവും നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ച് ബേജാറടിച്ച് ഇരിക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാം. എന്നിട്ട് അള്ളാഹുവിൽ തവക്കുൽ ചെയ്യാം, റബ്ബിൽ തവക്കുൽ ചെയ്യാം, റബ്ബിനെ ഏൽപ്പിക്കാം. ഇത് പഠിച്ചു കഴിഞ്ഞാൽ, മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ ഉപദേശം ആർക്ക് കൊടുക്കണം? ഏത് പ്രായത്തിൽ കൊടുക്കണം? യാ ബുനയ്യ എന്ന് വിളിക്കണ ഒരു പ്രായം. യാ ബുനയ്യ എന്ന് നമ്മളെ മക്കളോടുള്ള, ഇപ്പൊ മാതാപിതാ ചെറിയ പ്രായത്തിൽ കുട്ടികളെ നമ്മളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് മുത്തം കൊടുത്ത് നമ്മളെ മടിയിൽ ഇരുത്തി കളി. കുറച്ചെണ്ണം വലുതാണിനനുസരിച്ച് എന്ത് ചെയ്യും? മക്കൾ ഇങ്ങനെ അകന്നിങ്ങനെ പോവുകയുള്ള ചെയ്യുക. സാധാരണ അങ്ങനെയാണ് അല്ലേ? അപ്പം നമ്മൾ എപ്പോഴും കൂടെ കൂട്ടി, എപ്പോഴും കൈ പിടിച്ച് കൊണ്ട് നടന്ന്, എപ്പോഴും നമ്മൾ ചേർത്ത് പിടിച്ച് മുത്തം കൊടുക്കുന്നൊരു പ്രായമാണ് യാ ബുനയ്യ എന്ന് വിളിക്കണ പ്രായം. ആ പ്രായത്തിലേ നമ്മൾ എന്ത് ചെയ്യണം? കുട്ടികൾക്ക് ഉപദേശിക്കണം. എന്ത്? അത് ഉപദേശമാണ്. ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ. നിന്റെ ജീവിതത്തിൽ നീ ചെയ്യുന്ന ഏറ്റവും വലിയ അക്രമം അത് മോനെ വാപ്പനോട് ചെയ്യുന്ന അക്രമല്ല, മോളെ ഉമ്മയോട് ചെയ്യുന്ന അക്രമല്ല. നീ ചെയ്യുന്ന ഏറ്റവും വലിയ അക്രമം നിന്റെ റബ്ബിനോട് ചെയ്യുന്ന അക്രമം. നിന്റെ റബ്ബിനോട് ചെയ്യുന്ന അക്രമമാണ്. ആ അക്രമത്തിന്റെ പേരാണ് ശിർക്ക്. വാപ്പനോട് ചെയ്യുന്ന അക്രമല്ല, ഉമ്മനോട് ചെയ്യുന്ന അക്രമല്ല. നീ നിന്റെ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ അക്രമം നിന്റെ റബ്ബിനോട് ചെയ്യുന്ന അക്രമമാണ്. ആ അക്രമത്തിന്റെ പേരാണ് ശിർക്ക്. ഇന്ന ശിർക ലദുൽമുൻ അദീം. ഇത് വസിയത്ത് കൊടുക്കണം. ഈ വസിയത്ത് നല്ല ഈ ഉപദേശം ഒരു വാപ്പ ഒരു ഉമ്മ മക്കൾക്ക് കൊടുത്താൽ, ആ മക്കളെ തൗഹീദിന്റെ മാർഗത്തിലൂടെ അവർ വളർന്നു വന്നാൽ ഒരിക്കലും ആ മക്കൾ വഴിതെറ്റിപ്പോവില്ല. ഒന്നാമതായി കൊടുക്കേണ്ട കാര്യം അതാണ്. അപ്പം ഇപ്പം നമ്മൾ പഠിച്ച ആയത്തുകൾ, ഉപദേശം എന്തിനാണ്, ഉപദേശത്തിൻ്റെ ആവശ്യകത എന്താണ്, ഉപദേശിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, ഉപദേശത്തിൻ്റെ രീതിശാസ്ത്രങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ രൂപത്തിലാണ് പറയേണ്ടത്, അങ്ങനെ തുടങ്ങി ഓരോ കാര്യങ്ങളും പറഞ്ഞു വരികയാണ്. ഇപ്പം നമ്മൾ എന്ത് ഉപദേശിക്കണം എന്ന കാര്യം അള്ളാഹു പറഞ്ഞു തരികയാണ്. ബാക്കി വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹംലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്നിൻ വഫിസാലുഹു ഫി ആമൈൻ അനിഷ്കുർ ലീ വലിവാലിദൈക ഇലയ്യൽ മസീർ. മനുഷ്യന് നാം നൽകുന്ന വസിയത്താണ് എന്ത്? മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം എന്നത്. കാരണം ഉമ്മ പ്രത്യേകിച്ച് അവനെ ഗർഭം ചുമന്നത് പ്രയാസത്തിനുമേൽ പ്രയാസം സഹിച്ചാണ്. 2 വർഷമാണ് മുല കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് നന്ദി കാണിക്കണം,
നിന്റെ വാപ്പാക്കും ഉമ്മാക്കും നന്ദി കാണിക്കണം. നിന്റെ മടക്കം റബ്ബിലേക്കാണ്. സുബ്ഹാനല്ലാഹ്, എത്ര നല്ല ഉപദേശമാണ്. ഈ ഉപദേശങ്ങളൊക്കെ അനുഭവങ്ങളിലൂടെ നമ്മൾ ഉപദേശിച്ചിട്ടില്ലെങ്കിലും അനുഭവങ്ങളിലൂടെ കിട്ടേണ്ട കാര്യമാണ്. എന്താണ് ഗർഭം ചുമക്കുക എന്ന് പറഞ്ഞാൽ? ഗർഭകാലത്തെ പ്രയാസത്തിനു മേലുള്ള പ്രയാസം എന്താണ്? ഇനി പ്രസവിച്ചു കഴിഞ്ഞാൽ മുലയൂട്ടുന്ന ആ ഒരു കാലഘട്ടത്തിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ആ സമയത്തുള്ള ഒരു ചെറിയൊരു കുട്ടി, പ്രസവിച്ചൊരു ചെറിയൊരു കുട്ടി വീട്ടിലുണ്ടെങ്കിൽ ആ കുട്ടിൻ്റെ ഉമ്മാക്ക് മാത്രമല്ല ആ വീട്ടിലുള്ള അംഗങ്ങൾക്കൊക്കെയും അവർക്ക് ശരിക്കും ഉറങ്ങാൻ കഴിയില്ല, ഉറക്കം നഷ്ടപ്പെടും. കുട്ടികൾ രാത്രിയായിരിക്കും ഉണരുക, ഉണർന്ന് കളിക്കുന്ന സമയത്തായിരിക്കും. ആളുകൾ രാവിലെ ജോലി ചെയ്യുന്ന സമയത്തായിരിക്കും കുട്ടികൾ ഉറങ്ങുക. ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാകും. അപ്പം ഗർഭം പ്രസവിച്ചാൽ തീർന്നു വിചാരിക്കേണ്ട. പിന്നെ ആ കുട്ടിക്ക് മുല കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് വരെ അള്ളാഹ് പറയാം. അത് 2 വർഷക്കാലത്തെ മുല കൊടുക്കുന്ന പ്രയാസം വരെ അള്ളാഹ് എടുത്ത് പറയണം. അപ്പം ഇത് ശരിക്കും ബോധ്യപ്പെടുത്തി കൊടുക്കുക. അപ്പം ഈ വസിയ്യത്ത് ഉപദേശത്തിൽ അള്ളാഹിനെ പറ്റി പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി കൊടുത്ത് പിന്നെ വാപ്പ ആരാണ് ഉമ്മ ആരാന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ടതും ആരാണ്? മാതാപിതാക്കൾ തന്നെയാണ്. മാതാപിതാക്കൾ തന്നെയാണ്. അത് ശരിക്കും ബോധ്യപ്പെടുന്ന സന്ദർഭങ്ങളും സമയങ്ങളൊക്കെ ചിലപ്പോൾ എന്താവും, ആദ്യം അത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ പിന്നീട് ഈ മക്കൾ ഒരു വാപ്പാൻ്റെ ഉമ്മാൻ്റെ സ്ഥാനത്തേക്ക് വരുമ്പോൾ അന്ന് അവർക്ക് എന്ത് ചെയ്യും? വാപ്പ ഉപദേശിച്ചത് എന്താണ്, ഉമ്മ ഉപദേശിച്ചത് എന്താണെന്ന് മനസ്സിലാവും. ഈ ആയത്തിന്റെ അവസാനം എന്താണ്? ഇലയ്യൽ മസീർ. ഇതെപ്പോഴും പറഞ്ഞു കൊടുക്കണം. വരുന്നു പോകുന്നു, വരുന്നു പോകുന്നു, യാത്ര ചെയ്യുന്നു, യാത്ര വരുന്നു പോകുന്നു, തിരിച്ചു വരുന്നു പോകുന്നു. പക്ഷേ എന്താണെങ്കിലും ശരി, നമ്മുടെ അവസാനത്തെ മടക്കമാരിലേക്കാണ്, അള്ളാഹുലേക്കാണ്. ആ ഒരു ബോധം നമ്മളെപ്പോഴും കൊടുക്കണം. മനസ്സിലായില്ലേ? ഒരു യാത്ര പോയി ഇപ്പം പിന്നെ കർണാടകയിലേക്ക് ഇപ്പോൾ കഴിഞ്ഞ ദിവസം യാത്ര പോയൊരു കുടുംബം, സന്തോഷത്തോടെ പോയൊരു കുടുംബത്തിൽ ഒരു 15 വയസ്സുകാരെയും പെൺകുട്ടി തിരിച്ചു വന്നിട്ടില്ല. അവിടെ മയ്യത്താണ് കിട്ടുന്നത്. അപ്പം എന്താണ് കാരണങ്ങൾ? എന്ത് അതൊന്നുമല്ല നമ്മൾ പറയേണ്ടത്. മറിച്ച് എങ്ങനെ ഏതൊരു സന്തോഷമാണെങ്കിലും ഏതൊരു ജീവിതത്തിൽ ഏതൊരു സന്ദർഭങ്ങളിലാണെങ്കിലും നമ്മളെ മനസ്സിൽ, നമ്മളെ കുട്ടികളെ മനസ്സിൽ, കുടുംബത്തിൻ്റെ മനസ്സിൽ എപ്പോഴും നമ്മൾ കൊടുക്കേണ്ട ഒരു ഉപദേശമാണെന്ത്? മക്കളെ, നമ്മളൊക്കെ സമയമാകുമ്പം ആ സമയത്ത് നമ്മൾ തിരിച്ചു പോകണം എന്നത് ഉപദേശമായിട്ട് കൊടുക്കേണ്ട സംഗതിയാണ്. ഒരു വഅളായിട്ട് കൊടുക്കേണ്ട സംഗതിയാണ്. وإن جاهداك على أن تشرك بي ما ليس لك به علم ولا تطيعهما وصاحبهما في الدنيا معروفا واتبع سبيل من أناب إلي ثم إلي مرجعكم فأنبئكم بما كنتم تعملون. ഇനി നീ ജീവിച്ചു, ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നു, മാതാപിതാക്കൾ ശിർക്ക് ചെയ്യാൻ വേണ്ടി നിർബന്ധിച്ചാൽ അനുസരിക്കണ്ട. എന്നാൽ അതല്ലാത്ത കാര്യങ്ങളിലൊക്കെ അവരനുസരിക്കണം. ദുനിയാവിൽ അവരോട് നല്ല നിലക്ക് പെരുമാറണം. സത്യ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. നീ ഫോളോ ചെയ്യണം. ആരെ ഇന്നെന്താ അവസ്ഥ? മക്കളവസ്ഥ എന്താ? മക്കൾ ആരെ ഫോളോ ചെയ്യണത്? ആരെയാണ് അനുകരിക്കണത്? ആരെ ഇത്തിബായി ചെയ്യണത്? റീൽസിൽ എന്ത് കണ്ടോ അത് ഇത്തിബായി ചെയ്യണം. അതിലുള്ള മേക്കപ്പ്, അതിലുള്ള ഡ്രസ്സ്, അതിലുള്ള വസ്ത്രം. അവര് റോൾ മോഡലായി കുറെ ആളുകളെ, നടന്മാരും നടിമാരും ഒക്കെ അവരണിയുന്നത്, അവര് പുതിയ പുതിയ മോഡലുകൾ, ഇതൊക്കെയാണ് എന്ത് ചെയ്യണത്? എന്ന് പറഞ്ഞാല് ഫോളോ ചെയ്യാന്നാണ്. പക്ഷെ നീ ആരെ ഫോളോ ചെയ്യണം? ഏത് മാർഗം? സബീൽ എന്താണ്? ആ ഫോളോ ചെയ്യുന്ന മാർഗം ആരുടെ മാർഗമായിരിക്കണം? മൻ അനാബ ഇലയ്യ, എന്നിലേക്ക് താഴ്മയോടെ ഖേദിച്ചു മടങ്ങിയവരുടെ മാർഗമായിരിക്കണം. ആ വഴിയായിരിക്കണം. അതല്ലാത്ത ഒരു സൈറ്റും തുറക്കണ്ട. സബീൽ എന്ന് പറഞ്ഞാൽ അതാ. മനസ്സിലായില്ലേ? അതല്ലാത്ത ഒരു സൈറ്റും നിന്റെ ഫോണിൽ ഓപ്പൺ ആവരുത്, നീ ചെയ്യരുത്, തുറക്കരുത്. നീ ഫോളോ ചെയ്യേണ്ടത് ദീനായിരിക്കണം. വല്ലാത്തൊരായത്താണിത്. ഇന്ന് നമ്മുടെ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കേണ്ട, നമ്മളെ ഒരു തലമുറക്ക് ഉപദേശം കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശമാണ് വത്തബിഇ സബീല മൻ അനാബ ഇലയ്യ.
ബാക്കി തുമ്മ ഇലയ്യ മർജിഉക്കും ഫഉനബ്ബിയുക്കും ബിമാ കുന്തും തഅമലൂൻ. വാപ്പ കാണൂല, ഉമ്മ കാണൂല, നീ നിന്റെ റൂമിലാണ്, സൗകര്യമൊക്കെ വാപ്പ ഉണ്ടാക്കി തന്നിട്ടുണ്ട്, ഇത് ചെയ്യണത് നീ ഏതൊക്കെ ഫോളോ ചെയ്യും, നിന്റെ മൊബൈൽ ആരൊക്കെ ഫോളോ ചെയ്യും, എവിടേക്കൊക്കെ പോവും, ഇതൊന്നും വാപ്പി അറിയില്ല, ഉമ്മി അറിയില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, തീർന്ന് മടങ്ങേണ്ടത് റബ്ബിലേക്കാണ്. പക്ഷെ അവിടെ ചെന്നാൽ ഫഉനബ്ബിയുക്കും ബിമാ കുന്തും, നീ ചെയ്തത് എന്തൊക്കെയാണെന്നുള്ള വിവരം അറിയിക്കും. നീ എന്തൊക്കെ ചെയ്തു, ഏതൊക്കെ നീ കണ്ടു, ഏതൊക്കെ വഴിക്ക് പോയി, എല്ലാ കാര്യങ്ങളും, നീ ചെയ്ത മുഴുവൻ കാര്യങ്ങളും നിന്നെ വിവരമറിയിക്കും. അന്ന് അത് വിളിച്ചു പറയും. ആ വിവരം എല്ലാവരും അറിയും. സുബ്ഹാനല്ലാഹ്. ഇത് മാതാപിതാക്കൾ മക്കൾക്ക് കൊടുക്കേണ്ട ഉപദേശമാണ്. യാ ബുനയ്യ, മോനെ, ഇന്നഹാ ഇൻ തക്കു മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ, അതൊരു ഒരു കടുകുമണി തൂക്കമാണെങ്കിൽ, ഫതകുൻ ഫീ സഖ്റത്തിൻ, എന്നിട്ടത് പാറക്കുള്ളിലാണ്, ഔ ഫി സമാവാതി ഔ ഫിൽ അർളി, ആകാശത്തിലോ ഭൂമിയിലോ എവിടെയോ ഏതെങ്കിലും ഒരു പാറക്കുള്ളിൽ ആണ്, ഒരു കടുകുമണിയാണെങ്കിൽ പോലും അല്ലാഹ് കൊണ്ടുവരും. ഈ ഉപദേശം നമ്മൾ മക്കൾക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഉപദേശിക്കണം എന്ന് പറഞ്ഞ് മാത്രം തീർക്കാതെ എന്തൊക്കെ ഉപദേശിക്കണം, എങ്ങനെയൊക്കെ ഉപദേശിക്കണം എന്നുള്ള കാര്യം പറഞ്ഞു. അല്ലാഹ് കൊണ്ടുവരും. ഇവിടെ ആരെയും നമുക്ക് പറ്റിക്കാൻ പറ്റും, പക്ഷേ കണക്ക് റബ്ബിൻ്റെ അടുക്കൽ കൃത്യമാണ്. അതൊരു ഒരു കടുകുമണി തൂക്കമാണെങ്കിൽ പോലും അല്ലാഹ് കൊണ്ടുവരും. ഈ ഉപദേശമൊക്കെ നമ്മൾ കൊടുത്ത് ഈ ഉപദേശമൊക്കെ സ്വീകരിക്കുന്ന മക്കളാണെങ്കിൽ എത്രമാത്രം ധൈര്യത്തിലും സമാധാനത്തിലും മാപ്പാക്കുമ്മാക്ക് ഇരിക്കാൻ പറ്റും. ആലോചിച്ച് നോക്കിങ്ങൾ. എന്തൊക്കെയാണ് ഇപ്പം ഇന്നത്തെ അവസ്ഥ? പഠിക്കാൻ പോകുന്ന കുട്ടികളൊക്കെ അവസ്ഥ എന്താ? ബാംഗ്ലൂർക്ക് പോകണം, അല്ലെങ്കിൽ ജോലിക്ക് പോകണ പെൺകുട്ടികൾ, പഠിക്കാൻ പോകണ പെൺകുട്ടികൾ, ചെന്നൈക്ക് പോകണ കുട്ടികൾ, പഠിക്കാൻ പോകണ പെൺകുട്ടികളൊക്കെ, യാത്ര പോകുന്ന ആളുകളൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന ട്രെയിനിലൊക്കെ കയറിയാൽ പിന്നെ എന്താണ് അവിടെ നടക്കുന്ന സംഗതികൾ എന്നുള്ളത്. നല്ല ഇസ്ലാമിക വേഷമൊക്കെ എന്നിട്ട് ഹിജാബ് വരെ ഇട്ട് റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് വാപ്പാര് ട്രെയിൻ കയറ്റി കൊടുക്കും. ട്രെയിനിലാണ് കയറിയാൽ പിന്നെ ഇതൊക്കെ ഊരി, പിന്നെ അവർക്ക് അടുത്തടുത്ത സ്റ്റേഷനിൽ നിന്നൊക്കെ ഓരോരോ ചങ്ങായിമാരും കമ്പനിക്കാരൊക്കെ കയറുക. പിന്നെ ഒരു പേക്കൂത്താണ് നമ്മൾ കാണുന്നത്. ഇവർ പോകുന്ന സ്ഥലങ്ങളിൽ, പഠിക്കാൻ പോകുന്നിടത്ത് എന്തൊക്കെയാണ് അവസ്ഥ ഒന്നും അറിയില്ല. പക്ഷേ ഈ ഒരു ആയത്ത്, യാ ബുനി ഇന്നഹ ഇൻ തക്കു മിസ്കാല ഹബ്ബത്തിൻ, വാപ്പ അറിഞ്ഞില്ലെങ്കിൽ ഉമ്മ അറിഞ്ഞില്ല, വാപ്പാന്റെ കൺവട്ടത്തു നിന്ന് പോയി, ഉമ്മാന്റെ കൺവട്ടത്തു നിന്ന് പോയി, മക്കളെ നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങൾ എന്ത് തെറ്റ് ചെയ്താലും അതത്ര ചെറിയതാണെങ്കിൽ പോലും അല്ലാഹു കൊണ്ടുവരിക തന്നെ ചെയ്യും. ഇന്നല്ലാഹു ലത്തീഫുൻ ഖബീർ. പിന്നെ ഇനി ഇതെന്ത് ചെയ്യണം? ഈ ഉപദേശം, നമ്മൾ കൊടുക്കുന്ന ഉപദേശം നിലനിൽക്കണ്ടേ? അല്ലേ? നിലനിൽക്കണ്ടേ? നിലനിൽക്കാൻ എന്താ മാർഗം? യാ ബുനയ്യ അഖിമിസ്സലാ. എന്ത് ചെയ്യണം? ആർക്കത് ഉണ്ടാകുക? നിലനിർത്താൻ ആർക്കാ പറ്റുക? കൃത്യമായി 5 നേരം നിസ്കരിക്കുക. മാത്രല്ല അവര്, ഈ കുട്ടികൾ ഒരു മാർഗത്തിൽ ചേരണം. ഏതാണ് ആ മാർഗം? ഉമുർ ബിൽ മഅറൂഫി വൻഹ അനിൽ മുൻകർ. എന്താന്ന് എല്ലാവർക്കും അറിയാലോ. എന്താണ്? ഒരു ദഅവത്തിന്റെ ഒരു കൂട്ടായ്മയിൽ ആ കുട്ടികൾ ഒരു സ്റ്റുഡന്റ് ഗ്രൂപ്പിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടാവണം. അതിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചു കൊടുക്കണം. എങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുന്ന ഇത് നിലനിർത്താൻ പറ്റും. ഇല്ലെങ്കിൽ എന്താ ചെയ്യുക? നിങ്ങൾ എത്ര ഉപദേശിച്ചിട്ടും കാര്യമില്ല. നിങ്ങൾ ഇത് ഈ സൂറത്തുൽ ലുഖ്മാൻ തന്നെ എടുത്തുകാണ്ട് എന്നും രാവിലെ മക്കൾക്ക് ഓതി അർത്ഥം പറഞ്ഞു കൊടുത്ത് വിചാരിച്ചോളി. എന്നും എടുത്തുകാണ്ട് അർത്ഥം പറഞ്ഞു ഓതി കൊടുത്ത് അർത്ഥം പറഞ്ഞു വിചാരിച്ചോളി. ആ കുട്ടികൾ അവിടെ നിന്ന് പോയാൽ ആ മുന്നിൽ ഇരുന്നുകാണ്ട് ചിലപ്പോൾ തലാട്ടി ഇങ്ങനെ കേൾക്കും. അപ്പം ചിലപ്പോൾ മാണങ്ങളെ കൂടെ ഇരുന്നുകാണ്ട് രണ്ടാക്കാതെ സംസ്കരിക്കുകയും ചെയ്യും. പക്ഷെ ഓലാണ്ട് പോയാൽ പിന്നെന്തായി? ഒരു പോകുന്ന സ്ഥലം, അവരെ ക്യാമ്പസ്, അവരുടെ കൂട്ടുകാരൊക്കെ ഇതൊന്നും നിലനിർത്താൻ പറ്റുമല്ല. അപ്പൊ എന്ത് ചെയ്യണമെന്നറിയോ? ഇത് നമ്മൾ ഉപദേശിച്ചു കൊടുത്താൽ ആ ഉപദേശം നിലനിർത്താൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോം കൂടി നമ്മൾ തയ്യാറാക്കി കൊടുക്കണം.
അതിന് വേണ്ട ഒരു ജീവിതത്തിൽ അതിന് വേണ്ട ഒരു ഇടം നമ്മൾ തയ്യാറാക്കി കൊടുക്കണം. ആ ഇടമാണ് ഇവിടുന്ന് പോയാൽ പിന്നെ ആ കുട്ടികൾ ഇവിടെ അത് വിസ്റ്റൺ സ്റ്റുഡൻസിൽ ഒരു മെമ്പറാണ്. ഓന് പിന്നെ അതിൻ്റെ ഉത്തരവാദിത്തം കാര്യങ്ങളൊക്കെ ആയി പഠനം കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള സമയത്ത് ഇത് യോഗത്തിന് വിളിക്കലും ആൾക്കാരെ കത്തയക്കലും യോഗത്തിന് ക്ഷണിക്കലും ഇതിങ്ങനെ പരിപാടികളൊക്കെയാണ് ഇവർക്കുള്ളത്. എന്നാൽ എന്താണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അള്ളാഹിൻ്റെ ഈ ഖുർആനിൽ ഈ പറഞ്ഞത് നിങ്ങൾ കുറെ ഉപദേശിക്കണം എന്ന് പറഞ്ഞ് നിർത്തല്ലല്ലോ ചെയ്തതാണോ? ആണോ? അല്ല, മറിച്ച് ഓരോന്നും എവിടെയാണോ നമുക്ക് തെറ്റ് പറ്റാൻ ഇടയുള്ളത് അവിടെ ആ ഓട്ട അടച്ചിട്ടാ പിന്നെ അള്ള ബാക്കി പറയണത്. കണ്ടോ? 5 നേരം മക്കൾ നിസ്കരിക്കണ്ടോ? നിങ്ങൾക്ക് ബേജാറാകണ്ട. നിങ്ങൾ കൽപ്പിക്കാതെ പറയാതെ 5 നേരം മക്കൾ നിസ്കരിക്കണ്ടെങ്കിൽ ഉറപ്പിച്ചോളി നിങ്ങൾ ഈ പറഞ്ഞു കൊടുത്ത വസിയ്യത്ത് ഉപദേശക്കോലക്ക് കേറിയിക്കണേ. ഇനി അത് നിലനിൽക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അവരെ നിങ്ങൾ ഈ ഒരു ഭാഗത്തേക്കാണ്ട് ചേർത്ത് കുടുക്കി. അവരിത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ടൈം അവരുടേത് ഈ ഒരു കൂട്ടുകെട്ടിലാണുള്ളത്. ഉമർ ബിൽ മാറൂഫ് വൻഹി അനിൽ മുൻകർ. നല്ല ക്ഷമ വേണം. വസ്ബിർ അലാ മാ അസ്വാബക. നിന്നെ ബാധിക്കുന്ന കാര്യത്തിലൊക്കെ നല്ല ക്ഷമ വേണമെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മാർഗത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ മാത്രമല്ല, ആ മാർഗത്തിലേക്ക് കണ്ട് തിരിഞ്ഞ എന്താ ഉണ്ടാകാന്നറിയോ? പഴയ പല കൂട്ടുകെട്ടും ഒഴിവാക്കേണ്ടി വരും. അതിലേക്കാണ്ട് പോകുമ്പോൾ എന്താന്ന് വെച്ചാൽ പിന്നെ അവനെ താടി കുറച്ച് നീണ്ടു, അവൻ്റെ നെരിയാണിക്ക് മേലെ വസ്ത്രം കയറി, പിന്നെ അവൻ്റെ ജീവിത രീതിയൊക്കെ ഒന്ന് മാറി. അപ്പം എന്താകുമെന്ന് വെച്ചാൽ അവനെ പരിഹസിക്കാനും കളിയാക്കാനും ഒക്കെ അവൻ്റെ പഴയ ചങ്ങായിമാർ കുറേ ഉണ്ടാവും, കൂട്ടുകെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ അതിലേക്കൊന്നും പോകാതെ നല്ല ക്ഷമ വേണം. അവർ പറയുന്നുണ്ട് നല്ല പടം റിലീസായിക്കണം, പടത്തിന് റിലീസായിക്കണം, പോവാ ഇന്ന സ്ഥലത്തേക്ക് പോവാ, ടൂറിന് പോവാ, അങ്ങോട്ട് പോവാ എന്ന് വിളിക്കുമ്പം പോകാതെ ഇങ്ങോട്ട് മാറി നിൽക്കണമെങ്കിൽ എന്ത് വേണം? നല്ല പവർ, നല്ല ക്ഷമ വേണം. വസ്ബിർ അലാ മാ അസ്വാബക. കണ്ടാ, ഇതൊക്കെ വാപ്പാരും മക്കൾക്ക് കൊടുക്കേണ്ട ഉപദേശമാണ്. ഇന്ന ദാലിക മിൻ അസ്മിൽ, തീർച്ചയായും അത് ദൃഢനിശ്ചയത്തിന്റെ കാര്യത്തിൽപ്പെട്ടതാണ്. അത് വല്ലാത്തൊരു ദൃഢനിശ്ചയമാണ്. അത് ഒരു എന്താ പറയാന്ന് വെച്ചാൽ കുറച്ചൊക്കെ ഒന്ന് അങ്ങോട്ട് ആയിക്കോട്ടെ, ഞാൻ എന്നാ വരാ എന്ന് ഇതൊന്നുമല്ല. പിന്നെന്താണ്? ഇതൊക്കെ ചെയ്യണമെങ്കിൽ എന്ത് വേണം? അസ്മിൽ ഉമൂർ എന്ന് പറഞ്ഞാൽ ഒരു ഉറച്ച തീരുമാനം, യാതൊരു ഇളക്കവും പറ്റാത്ത ഒരു ഉറച്ച തീരുമാനം എടുക്കാൻ പറ്റണം. ആ ഒരു ഉറച്ച തീരുമാനം എടുക്കണം എന്ന ഉപദേശം ആര് കൊടുക്കണം? കൊടുക്കണം. അതിൽ ഉറച്ചു നിൽക്കണം. അതിൽ പിന്നെ അങ്ങോട്ട് മാറിപ്പോകാൻ പാടില്ല. പിന്നെ വലാ തുസഇർ ഖദ്ദക ലിന്നാസി വലാ തംശി ഫിൽ അർദി മറഹ. ഞാൻ ഈ സൂറത്തുൽ ലുഖ്മാനിലെ മകന് കൊടുത്ത വസിയ്യത്തിന്റെ ഓരോ തലങ്ങൾ നമ്മൾ ശരിക്ക് ഖുർആന്റെ മറ്റായത്തുകൾ വെച്ച് തദബ്ബുർ ചെയ്താൽ നമ്മൾ ഇന്ന് കാണുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ, ഇന്നത്തെ പ്രശ്നങ്ങൾ നമ്മൾ ചാർട്ട് ചെയ്യാം. ഓരോ വിഷയങ്ങൾ ഇന്നത്തെ നമ്മളെ മക്കൾ പഠിക്കണ കാലത്തുള്ള ആൺകുട്ടികളുടെ പ്രശ്നങ്ങൾ, പഠിക്കണ കാലത്തുള്ള പെൺകുട്ടികളുടെ പ്രശ്നങ്ങൾ, അത് ഒരു ഹൈസ്കൂൾ കാലഘട്ടത്തിലെ പ്രശ്നം, ഒരു +1 +2 കാലഘട്ടത്തിലെ പ്രശ്നം, കോളേജിലെ പ്രശ്നം, അത് കഴിഞ്ഞ് അവർ ഹയർ സ്റ്റഡിക്ക് പോകുമ്പോഴുള്ള പ്രശ്നം, പിന്നെ കല്യാണത്തിന് മുമ്പ് തന്നെ ജോലി കിട്ടി ആ കാലത്തുള്ള പ്രശ്നം, അങ്ങനെ തുടങ്ങിയിട്ട് നിങ്ങൾ ഓരോ പ്രശ്നങ്ങളും നിങ്ങൾ ചാർട്ട് ചെയ്ത് നോക്കി. ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന പ്രശ്നം ഞങ്ങൾക്ക് ഉറപ്പുതരാം. നിങ്ങൾ എത്ര പ്രശ്നങ്ങൾ എഴുതി കൊടുന്നോളി, ഓരോ വ്യക്തിക്കും വ്യത്യസ്ത പ്രശ്നങ്ങളാണ്. ഇങ്ങനെ ഓരോ വ്യക്തിക്കും വ്യത്യസ്ത പ്രശ്നങ്ങളാണ്. ആ മുഴുവൻ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഈ സൂറത്ത് ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉപദേശത്തിലുണ്ട്. ഇത് മണിക്കൂറുകൾ നമ്മൾ ഇരുന്നിട്ട് തദബ്ബുർ ചെയ്ത് പറയേണ്ട വിഷയമാണ്. ഒരാൾക്ക് ഒരു വിഷയമല്ല. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. ഒരു വാപ്പ മകനെയും കൊണ്ട് കൗൺസിലിങ്ങിന് വന്നപ്പോൾ വാപ്പാന്റെ വലിയ പ്രശ്നം എന്താണെന്നറിയോ? ഇവന്റെ കൈമല് ചങ്ങാതിമാര് കെട്ടിക്കൊടുത്തൊരു ചരട് ഓൻ പൊട്ടിക്കാൻ തയ്യാറല്ല. നല്ല തൗഹീദുള്ള കുടുംബം, ചങ്ങാതിമാര് കെട്ടിക്കൊടുത്തൊരു കയർ, ഒരു ചരട്, ആ ചരട് എത്ര പറഞ്ഞിട്ട് ഇവനെന്താക്കണില്ല,
ഇവനത് പൊട്ടിച്ച് കളയുന്നില്ല, ഒഴിവാക്കാൻ തയ്യാറല്ല. ഒരു കുഴപ്പമുള്ള കുട്ടിയല്ല, നല്ല പെരുമാറ്റം, നല്ല സ്വഭാവം, നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതണ്ട് പൊട്ടിച്ച് കളയില്ല ഈ ചരട്. ആ ഒരു പ്രശ്നത്തിന്റെ പരിഹാരം നമ്മൾ ഇതിൽ പറഞ്ഞ ആദ്യത്തെ കാര്യത്തിലുണ്ട്. ഏത്? ലാ തുശ്രിക് ബില്ലാഹിലുണ്ട് ഒരു പ്രശ്നം. ഇനി മറ്റൊരു പ്രശ്നം, പെരുമാറാൻ അറിയില്ല. ആരോട് പെരുമാറാൻ അറിയില്ല? ചങ്ങാതിമാരോടൊക്കെ ഭയങ്കര, ഓനക്ക് എത്ര ഫ്രണ്ട്സാ, എത്ര ചങ്ങാതിമാരാ, എത്ര കമ്പനിക്കാരാ, പക്ഷെ പെരിയില് വാപ്പനോടും ഉമ്മനോടും പെരുമാറാൻ അറിയില്ല. ഇങ്ങനെ തുടങ്ങിയിട്ട് ഓരോ പ്രശ്നങ്ങളും എഴുതിക്കൊള്ളി, ഓരോരുത്തർക്കുള്ള പ്രശ്നങ്ങൾ എഴുതിക്കൊള്ളി. മുഴുവൻ പ്രശ്നങ്ങൾക്കും ഈ പറയുന്ന ആയത്തുകളിൽ പരിഹാരം കാണാൻ കഴിയും. ലുക്മാൻ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉപദേശത്തിൽ അത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഈ ആയത്തുകൾ ഖുർആന്റെ മറ്റ് ആയത്തുകൾ കൊണ്ട് തദബ്ബുർ ചെയ്ത് പഠിക്കുമ്പോഴാണ്. നോക്കി ഇവിടെ ജനങ്ങൾക്ക്, ആളുകൾക്ക് നേരെ നീ കവിൾ കോട്ടരുത്. വലാ തംശി ഫിൽ അർദി മറഹ, അഹങ്കാരത്തോടെ ഭൂമിയിൽ നടക്കരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖുർ, ദുരഭിമാനിയെ, പൊങ്ങച്ചക്കാരനെ അള്ളാഹ്ക്ക് ഇഷ്ടല്ല. ദുരഭിമാനം, പൊങ്ങച്ച, ഇതൊക്കെ എവിടെ വരുന്ന അറിയങ്ങളെ? ഒരു മുടിമേൽ വരും. കുട്ടികൾ മുടി ശരിയാക്കാൻ സമ്മതിക്കണില്ല. ഒരു ഡ്രസ്സ്, കോലം കെട്ടുന്ന ഡ്രസ്സ് ഇടാണ്, കോലം കെട്ടുന്ന ഡ്രസ്സ്. പെൺകുട്ടികളെ പാവാടമായുള്ള പാൻ്റാണ് ഇക്കൊല്ലം പെരുന്നാൾക്ക് ഇറങ്ങിയത്. ആൺകുട്ടികൾ ഇടുന്ന പാൻറ്, പെൺകുട്ടികളെ പാവാടമായുള്ള പാൻറ്. ആ പാൻറ് തന്നെ വേണം മക്കൾക്ക്. വാശി പിടിക്കുകയാണ് വീട്ടില്. വാപ്പാനും ഇമ്മാനും മുൾമുനയിൽ നിർത്തുക. നിങ്ങൾ എടുത്തോളൂ, ഏത് വിഷയങ്ങൾ എടുത്തോളൂ. ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ, ദുരഭിമാനം, പൊങ്ങച്ചം, ഇതൊന്നും അല്ലാഹ്ക്ക് ഇഷ്ടല്ല. ഭൂമിയിലൂടെ നടക്കുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മുടെ നടത്തം, നമ്മളെ കൂട്ടുകെട്ട് ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം. വിനയത്തോടെ ജീവിക്കണം. അല്ലാഹ്ക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കോലം നമുക്ക് ഉണ്ടാകരുത്. നമ്മളെ തലയിലെ മുടി പടച്ചോൻ തന്ന മുടിയാ. ഈ പടച്ചോൻ തന്ന മുടി എങ്ങനെ വളർത്തണം എന്നല്ല പറഞ്ഞിട്ടുണ്ട്. ഈ മുടി എങ്ങനെ വെട്ടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ വെട്ടിയാൽ അള്ളാന്റെ ശാപം ഉണ്ടാകുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് പറഞ്ഞു കൊടുക്കണം മക്കൾക്ക്. എങ്ങനത്തെ ഡ്രസ്സൊക്കെ ധരിക്കാൻ പാടില്ലെന്നുള്ള പറഞ്ഞിട്ടുണ്ട്. ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ വഖ്സിദ് ഫീ മശീക, നിന്റെ നടത്തം മിതത്വം പാലിച്ചു. നിന്റെ നടത്തത്തിൽ മിതത്വം പാലിക്കുന്ന പറഞ്ഞാൽ ഓട്ടും ചാട്ടും അതല്ല പറഞ്ഞത്. അങ്ങനെ വിചാരിക്കേണ്ട ആരും. മഷി എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ നടക്കുമ്പോൾ ഈ സ്പീഡിൽ നടക്കേണ്ട, വളരെ പതുക്കി നടക്കേണ്ടതല്ല. മറിച്ച് എന്താണെന്നറിയോ? ജീവിതത്തിൽ ഒരു മനുഷ്യന്റെ ജീവിതമാണ് പറഞ്ഞത്. അതാണ് ആ നടത്തം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നമ്മൾ ഈ രാവിലത്തെ നടത്തും ഓട്ടം നടത്തത്തിലല്ല പറഞ്ഞത്. അതിലൊരു മിതത്വം ഉണ്ടായിരിക്കണം. വഗ്ളുദ് മിൻ സൗതിക്, ശബ്ദം നിയന്ത്രിക്കണം. ആരോടൊക്കെ ശബ്ദത്തിൽ പറയാം, ആരോടൊക്കെ ശബ്ദത്തിൽ പറയാൻ പാടില്ല. ശബ്ദം ഉയർത്തേണ്ട സമയം, താഴ്ത്തേണ്ട സമയം. കണ്ടാ എന്താ വലിയ പ്രശ്നം? ഓന് ഒച്ചടാണ്, മാപ്പാനോട് ഒച്ചട, ഉമ്മാനോട് ഒച്ചടാണ്. ഓക്ക് സംസാരിക്കാൻ അറിയില്ല. ഉമ്മാനോട് ഒച്ചിട്ട് സംസാരിക്കണ പെൺകുട്ടികള്, തൊള്ളടണ പെൺകുട്ടികള്, ഭയങ്കര ഉമ്മാനോട് കയർത്ത് സംസാരിക്കണ അത് ഉപയോഗിക്കുന്ന പെൺകുട്ടികള്, ബാപ്പാനോട് ഒച്ചത്ത് സംസാരിക്കണ മക്കള്, ഉമ്മനോട് ഒച്ചത്തിൽ സംസാരിക്കണം. ഈ ജ്യേഷ്ഠന്മാരോട് ഒച്ചത്തിൽ സംസാരിക്കണം. അഞ്ചന്മാര് കയർത്ത് സംസാരിക്കണ, ചൂടാകണ, അങ്ങനെ ഒച്ചടുന്ന ആൾക്കാര്. നിങ്ങൾ എന്തൊക്കെ പ്രശ്നങ്ങളുടെയൊക്കെ ഇതിക്കൂടി എല്ലാത്തിനും പരിഹാരം ഉണ്ടാകും. വഗ്ളുദ് മിൻ സൗതിക് ഇന്ന അൻകറൽ അസ്വാത്തി ലസൗത്തുൽ ഹമീർ, ഏറ്റവും മോശപ്പെട്ട ശബ്ദം കഴുതയുടെ ശബ്ദമാണ്. അപ്പോ ഇത് ഖുർആനിൽ അല്ലാഹു തആല ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേരിനെ പറയാൻ കാരണം അദ്ദേഹം ഒരു ഉപദേശിയായിരുന്നു എന്നതാണ്. അപ്പൊ നമ്മൾ പഠിച്ചു വരുന്ന വിഷയത്തിന്റെ ഗൗരവമാണ്, അതിന്റെ വിശാലമായ വശങ്ങളാണ്. ഉപദേശം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ നമ്മുടെ കുടുംബത്തിൽ അത് എങ്ങനെയൊക്കെ ബാധിക്കും എന്ന വിഷയമാണ്. ഇനി ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള ഉപദേശത്തെക്കുറിച്ച് ഇനി വരാൻ പോണ ആയത്ത്. ഇപ്പൊ മാതാപിതാക്കളും മക്കളൊക്കെ പറഞ്ഞു. ഇനി ഭർത്താവ് ഭാര്യനെ ഉപദേശിക്കേണ്ടത് എങ്ങനെ? ഭാര്യക്ക് ഭർത്താവിനെ ഉപദേശിക്കാൻ പാടുണ്ടോ ഇല്ലേ? ഉണ്ടെങ്കിൽ എങ്ങനെ? ഇൻഷാ അല്ലാഹ് ഏത് സന്ദർഭത്തിലാണ് ഭർത്താവ് നിർബന്ധമായി ഉപദേശിക്കേണ്ടത്? എന്താണ് ഉപദേശിക്കേണ്ടത്? ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്. അതാണ് ഇനി അടുത്ത ഭാഗത്ത് വരണത്. ഇനി നമ്മളൊരു കാര്യം കൂടി മനസ്സിലാക്കുക. എന്താ അറിയോ? ഇപ്പൊ
അടുത്ത നമ്മൾ ഉപദേശവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇനി വരാൻ പോണത് അതാണ്. ഞാനിത് പറഞ്ഞതിനാന്ന് വെച്ചാൽ ഇനി വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല. ഇപ്പം നമ്മൾ മക്കൾക്കൊരു പ്രശ്നം ഉണ്ടായാൽ ആ മക്കളെ ഈ ഒരു കൗൺസിലിങ്ങിന് കൊണ്ടുപോകണം. എന്തിനാ? ആ വ്യക്തിന്റെ പറച്ചിൽ കേൾക്കാനല്ലേ? അല്ലേ? നമ്മൾക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാൻ കഴിയില്ല, നമുക്ക് അറിയൊക്കെ ചെയ്യാം, പക്ഷെ ആ മട്ടത്തിന് ചിലപ്പോൾ എന്ത് ചെയ്യാൻ കഴിയില്ല. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഏറ്റവും വലിയ ഉപദേശം ഏതാണ്? മൗഇലത്ത് ഏതാ? ഖുർആനാ. അപ്പം ഈ ഉപദേശം നമ്മളെ ഭാര്യയ്ക്ക് കിട്ടണമെങ്കിൽ ഖുർആൻ ക്ലാസ്സിൽ ഭാര്യമാര് വരണം. നമ്മളെ മക്കൾക്ക് കിട്ടണമെങ്കിൽ ഖുർആൻ ക്ലാസ്സിൽ മക്കൾ വരണം. നമുക്ക് കിട്ടുന്ന ഒരു ഉപദേശം ആർക്ക് കൂടി കിട്ടണം? നമ്മളെ കുടുംബത്തിന് കൂടി കിട്ടണം. ആ ഒരു വാശി കൂടി നമുക്ക് വേണം. നമുക്ക് മാത്രമല്ല, നമ്മളെ അനുജന്റെ കുടുംബത്തിന് കിട്ടണം, നമ്മളെ ജേട്ടന്റെ കുടുംബത്തിന് കിട്ടണം, നമ്മളെ പെങ്ങന്മാരെ കുടുംബത്തിന് കിട്ടണം, നമ്മളെ വീട്ടിൽ കിട്ടണം. അപ്പൊ നമ്മൾ സ്ഥിരമായി എന്ത് ചെയ്യണം? ഇത്തരം കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. ഇൻഷാ അല്ലാഹ് ഏപ്രിൽ 20 മുതൽ 26 വരെ അവധിക്കാല ക്ലാസ് ഇൻഷാ അല്ലാഹ് നമ്മുടെ സലഫി സെൻറ്റർ താനൂരിൽ 9 മണി മുതൽ 11 മണി വരെ നടക്കും. അപ്പോൾ ഈ അവധിക്കാലത്ത് നമ്മളെ മക്കളെ ഈ ക്ലാസ്സിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അവിടെയൊക്കെ നമുക്ക് കിട്ടുന്നത് എന്താണ്? ഖുർആനും സുന്നത്തും അടിസ്ഥാനത്തിലുള്ള ശക്തമായ നമ്മുടെ ജീവിതത്തിന് വേണ്ട ഉപദേശ നിർദ്ദേശങ്ങളാണ് അവിടെ കിട്ടുന്നത്. ആ ക്ലാസ്സിൻ്റെ കാര്യം കൂടി പ്രത്യേകം ഓർമ്മപ്പെടുത്തുക. ഡേറ്റ് ഓർത്ത് വെക്കുക, സമയം ഓർത്ത് വെക്കുക. 20 മുതൽ 26 വരെ രാവിലെ 9 മണിക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നന്മകൾക്കും സാക്ഷികളാകാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളെ മക്കൾ അല്ലാഹു സ്വാലിഹായ മക്കളാക്കി തീർക്കട്ടെ. നമ്മളെ കുടുംബത്തിൽ അല്ലാഹു മനസ്സമാധാനം പ്രദാനം ചെയ്യട്ടെ. ആശുപത്രികളിലും വീടുകളിലും രോഗികളായി കിടക്കുന്ന ആളുകളുണ്ട്. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. നമ്മുടെ താനൂരിലെ നമ്മളെ ഖുർആൻ പഠിതാവായ ഒരു സഹോദരൻ്റെ 4 മാസം പ്രായമായ ഒരു ആൺകുട്ടി വളരെ ഗുരുതരമായ അവസ്ഥയിൽ 4 മാസം വരെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. നല്ല ആരോഗ്യമുള്ള ഒരു ആൺകുട്ടി പെട്ടെന്ന് രോഗബാധിതനായി. ആ കുട്ടി ഇപ്പോൾ ICUവിൽ വളരെ ഗുരുതരമായ അവസ്ഥയിലാണുള്ളത്. ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അഡ്വക്കേറ്റ് ഹബീബ് റഹ്മാൻ്റെ 15 വയസ്സുള്ള മകൻ റിയാദിൽ വെച്ച് പെട്ടെന്ന് പരീക്ഷയ്ക്ക് വേണ്ടി എഴുതാൻ വേണ്ടി പരീക്ഷയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ബോധക്ഷയം സംഭവിച്ച് വളരെ ഗുരുതരമായ അവസ്ഥയിൽ റിയാദ് ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിൻ്റെ സഹായത്തോടുകൂടിയാണ് ഇപ്പോൾ ഉള്ളത്. പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 15 വയസ്സാണ്. അല്ലാഹു തആല രോഗശമനം പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു തആല എല്ലാ പ്രയാസകരമായ രോഗാവസ്ഥകളിൽ നിന്നും അല്ലാഹു നമ്മളെയും നമ്മളെ മാതാപിതാക്കളെയും നമ്മളെ മക്കളെയും നമ്മളെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.